Happy birthday to you. സ്റ്റിക്കർ ഒട്ടിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ D-SAB വ്ളോഗ്സ്. ഇന്ന് നമ്മളെ ഏറ്റവും ആദ്യം പോണത് എങ്ങോട്ടാണെന്നറിയോ? കളമശ്ശേരിയിൽ. എൻ്റെ ബർത്ത്ഡേ ആണല്ലോ 3-ാം തീയതി. അപ്പോൾ അവിടെ എൻ്റെ ചേച്ചി ഉണ്ട് കേട്ടോ, ഫാമിലി ഫ്രണ്ടാണ്. അപ്പോൾ ചേച്ചി എനിക്ക് കേക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഓൾറെഡി ഇങ്ങനെ essapastels എന്ന് പറഞ്ഞൊരു കേക്കൊക്കെ ഉണ്ടാക്കണ ഒരു സംഭവം ഉണ്ട്. ചേച്ചി വീട്ടിൽ നിന്ന് തന്നെയായിട്ട് കേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണേ, അല്ലാണ്ട് ബേക്കറിയും കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ചേച്ചി എനിക്ക് കേക്ക് ഉണ്ടാക്കിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ചേച്ചിയുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ കണ്ടിട്ടേ ഞാൻ തന്നെ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഞാനൊരു സംഘടന വരും, ചേച്ചി എനിക്ക് കേക്ക് ഉണ്ടാക്കി തരണട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ അടുത്ത്. അപ്പോൾ ഇന്ന് നമ്മൾ ഏറ്റവും ആദ്യം പോണത് അങ്ങോട്ടാ, കളമശ്ശേരിയിലാണ്. അപ്പോൾ എന്തായാലും നമ്മൾ കളമശ്ശേരി വരെ പോണതല്ലേ എന്ന് വിചാരിച്ചിട്ട് അവിടെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, എന്തായാലും അവിടെ കുറേ ഇഷ്ടംപോലെ നടന്മാരുള്ളതല്ലേ. അപ്പോൾ അവരുടെ കുറച്ച് ആൾക്കാരുടെയൊക്കെ വീട് നമുക്ക് അറിയാവുന്ന, അന്വേഷിച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ആൾക്കാരുടെ വീടൊക്കെ നമ്മൾ അന്വേഷിച്ച് പോകുന്നുണ്ട് കേട്ടോ. ഇന്ന് വണ്ടിയുമല്ല സ്കൂട്ടിയുമല്ല കേട്ടോ, കാറിലാണ്. അപ്പൻ്റെ വണ്ടി കുറേ നാളായിട്ട് പൂജയ്ക്ക് വെച്ചിരിക്കുകയായിരുന്നു. കുറേ നാളായി ലോങ് ഓട്ടങ്ങളൊക്കെ അപ്പം പോയിട്ട്. അപ്പോൾ എന്തായാലും വണ്ടി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ കാറിലാണ് പോണത്. ഈ ബൈക്കും വണ്ടിയും അവിടം വരെ പോകാനായിട്ട് അപ്പന് പറ്റില്ല. അപ്പനും ഒരു സുഖം ഉണ്ടാവില്ല, എനിക്കും ഒരു സുഖം ഉണ്ടാവില്ല. നട്ടപ്പുറ വെയിലും കൊണ്ട് പോകുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കാറിലാട്ടാ പോണത്. അപ്പോൾ ചിലപ്പോൾ വീഡിയോസൊക്കെ കാണുമ്പോൾ കാറിൻ്റെ ഉള്ളിൽ കൂടെ കാണുമ്പോൾ എങ്ങനെ ക്ലാരിറ്റി ഒന്നും എനിക്ക് അറിയില്ല. അപ്പോൾ അതൊന്ന് ക്ഷമിച്ചോളൂ കേട്ടോ. ഞാൻ അത്യാവശ്യം എനിക്ക് പറ്റാവുന്ന പോലെയൊക്കെ വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഒന്ന് ക്ഷമിച്ചോളൂ, വയ്യാത്ത കാരണമാവും. അപ്പോൾ ഇനി വേറെ കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണില്ല. അപ്പം നമുക്ക് നേരെ പോവാം അല്ലേ? പോവാം. അപ്പോൾ നമ്മളിന്ന് ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്കാണ് വന്നേക്കണേ. ഷിറെന്നാണ് ചേച്ചിയുടെ പേര്. ചേച്ചിയുടെ ഹസ്ബൻഡ് ആൻസൺ, അവരുടെ 2 പേരുടെ ഉണ്ണി ഇച്ചു ഇസ അല്ലേ? പേര് പറയാൻ പറഞ്ഞാൽ കുട്ടിക്ക് അത് പറ്റില്ല. കുട്ടി ഇപ്പോൾ മറ്റേ പൂച്ചനെ തപ്പണ തിരക്കിലാണ്. അപ്പോൾ അത് കാരണം നമ്മൾ ചേച്ചിയുടെ വീട്ടിലേക്കായിട്ടാണ് വന്നേക്കണേ. ഞങ്ങൾ ആദ്യം പൂച്ചനെ തപ്പട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ കേക്കൊക്കെ ഉണ്ടാക്കി ഞാൻ കാണിച്ചു തരട്ടെ. ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരെ എന്തായിച്ചു? കേക്ക് അല്ലേ? ബർത്ത്ഡേ എന്ന് പറയുമ്പോ ആദ്യം വരെ എന്തിട്ടാ? സ്റ്റിക്കർ ഒട്ടിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്ലേറ്റിൽ കേക്ക് വെച്ചണം. അത് കഴിഞ്ഞ് തിരിച്ചേ ആര് കട്ട് ചെയ്യും? വെച്ച് കട്ട് ചെയ്യോ? അല്ല, ചേച്ചി ഞാൻ കട്ട് ചെയ്യും. അമ്മോ, കുട്ടിക്ക് ബുദ്ധിയുണ്ട്. അപ്പൊ ഇന്ന് കേക്ക് ഉണ്ടാക്കണ വീഡിയോ, ഞാനും കുറെ നാളായി കേക്ക് ഉണ്ടാക്കണ വീഡിയോ ഇടണമെന്ന് വിചാരിക്കണു. പക്ഷെ ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കാന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇങ്ങനെ ക്രീമൊന്നും വെച്ചിട്ടുള്ള കേക്കല്ല, സാധാ കേക്കാ അല്ലേ ചു? സാധാ കേക്കാ. എന്നിട്ട് നമുക്ക് നേരെ കേക്ക് ഉണ്ടാക്കാൻ പോട്ടാ. അപ്പൊ പോവാ. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോവാന്ന്. ഇതാണ് ചേച്ചി ട്ടാ. ഞാൻ താഴെ വെച്ച് പറഞ്ഞ ചേച്ചി ഇതാണ് ഷെറിൻ ചേച്ചി. ഹായ് പറഞ്ഞ. അയ്യോ, ഇത് നമ്മുടെ ഇച്ചു ഉണ്ട്. ഇച്ചുന്ന് ഹെൽപ്പ് ചെയ്യണ്ടടി അമ്മേനെ. ഹെൽപ്പ് ചെയ്യണ്ട. സാധാരണ നമ്മൾ അലങ്കോലാക്കി ഇടാറാ പതിവ്. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഒന്നും ചെയ്യാൻ നിൽക്കരുത്, നമ്മൾ വീഡിയോ എടുക്കാൻ പോവാണ്, അലങ്കോലാക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ ഇച്ചു? ഇച്ചു അലങ്കോലാക്കോ? ഇച്ചു ആക്കില്ലാതെ പറഞ്ഞിട്ടുണ്ട്, ആക്കില്ലാതെ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ നമ്മൾ ഓൾറെഡി ക്രീം ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. നമ്മൾ ബേക്കിംഗ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ സാധാരണ ബേക്ക് ചെയ്യണ പോലെയാണ് ബേക്ക് ചെയ്യുക. ഈ കേക്കിന്റെ പേര് ട്രെസ്ലച്ചസ് ട്ടാ. ട്രെസ്ലച്ചസ് ഇത് പ്രത്യേക തരം പേര്, വായ കൊള്ളാത്ത പേരാ ട്രെസ്ലച്ചസ്. ചേച്ചി പറഞ്ഞ പേരാണ് കേട്ടോ. അപ്പോൾ ഇത് ബേക്കിംഗ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ സാധാരണ ബേക്ക് ചെയ്യണ പോലെ അല്ലേ ചേച്ചി? മൈദയും പിന്നെ പഞ്ചസാര, മുട്ട അതൊക്കെ അടിച്ച് നല്ലപോലെ ബേക്ക് ചെയ്തെടുക്കാം.
എത്ര ഡിഗ്രി 180 ബേക്ക് ചെയ്തെടുക്കാം. ബേക്കിംഗ് ഒക്കെ സാധാരണ പോലെ തന്നെ. പക്ഷേ നമ്മൾ മധുരം കിട്ടാൻ വേണ്ടിയിട്ട് ഷുഗർ സിറപ്പ് അല്ല ആഡ് ചെയ്യാം. പക്ഷേ ഇത് അതിന് പകരം ഇവാപ്പറേറ്റഡ് മിൽക്ക്, അതുപോലെ കണ്ടൻസ്ഡ് മിൽക്കും ഫ്രഷ് ക്രീമും, ഈ 3ഉം കൂടെ ആഡ് ചെയ്തിട്ടുള്ള 3 മിൽക്ക്, അതാണ് ആ സിറപ്പാണ് ഇതിൽ ആഡ് ചെയ്ത്. സിറപ്പ് പോലത്തെ സാധനം അതാണ് ആഡ് ചെയ്തേ. ഇതാണ് സാധനം, കാണിച്ചു തരാം ഞാൻ. ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഇവാപ്പറേറ്റഡ് മിൽക്ക് ഉണ്ട്, പിന്നെ കണ്ടൻസ്ഡ് മിൽക്കും ഫ്രഷ് ക്രീമും, ഇത് 3ഉം കൂടി ആഡ് ചെയ്തിട്ടുള്ള സാധനമാണിത്. ഇതാണ് നമ്മൾ സോക്കിങ്ങിന് വേണ്ടി വെക്കണ സാധനം. ഷുഗർ സിറപ്പാണല്ലോ സാധാരണ സോക്കിങ്ങിന് വേണ്ടി വെക്കുക. പക്ഷേ ഇതാണ് ഈ ട്രെസ്ലച്ചസ് കേക്കിൽ സോക്കിങ്ങിന് വേണ്ടി വെക്കണത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ. ഈ ബാക്കിയൊക്കെ ചേച്ചി പറഞ്ഞോളില്ലേ. ഓൾറെഡി നമ്മളെ ഇതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് ഇതിപ്പോ ഒരു കോട്ടല്ലേ കൊടുത്തിട്ടുണ്ടാവുള്ളൂ, ക്രം കോട്ട്. ഓക്കെ, ഒരു കോട്ട് നമ്മൾ ചുമ്മാ ഇങ്ങനെ ക്രീം ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കി നമ്മൾ ഫിനിഷ് ചെയ്യും. ഫിനിഷിങ് ചെയ്യാനുള്ള ഫസ്റ്റ് കോട്ട് നമ്മൾ ഒരെണ്ണം അടിച്ചിട്ടുണ്ട്. ഇത് സെക്കൻഡ് കോട്ട് അല്ലേ? ഈ സെക്കൻഡ് കോട്ടിന് വല്ല പേര് പറയൂ? ഫസ്റ്റ് കോട്ടിന് ക്രം കോട്ട് എന്ന് പറഞ്ഞ പോലെ ഫിനിഷ് ചെയ്യാൻ വേണ്ടി, ഷാർപ്പ് എഡ്ജ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫിനിഷിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് വിപ്പിംഗ് ക്രീം ഇങ്ങനെ പൊടി കിട്ടില്ലേ? സാധാരണ പൊടിയല്ല, അതിനേക്കാളും നല്ലത് ഇങ്ങനെ ക്രീമല്ല, നമ്മൾ എന്താ പറയാ, ലിക്വിഡ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഇത് അത് അങ്ങനെ കമ്പനി ഉണ്ടോ ലിക്വിഡിന്റെ? ഞങ്ങൾ യൂസ് ചെയ്യുന്നത് പിയോണ. പല ടൈപ്പ് ഉണ്ട്, പക്ഷെ പിയോണ ആണ് ഒന്നും കൂടി നല്ലത്. അതെല്ലേ? നമ്മള് സൈഡില് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി സ്ക്രേപ്പർ എന്നാ പറയാ. എന്തിരുന്ന്? സ്ക്രേപ്പർ എന്നാണ് പറയാ. അല്ല ചേച്ചിക്കാർ കാര്യം ചോദിക്കട്ടെ, ഇത് ഉണ്ടാക്കണ സമയത്ത് ചേച്ചിക്ക് കൊതിയാവാറുണ്ടോ? ഇല്ല? സത്യം പറയട്ടെ, ഞാൻ കേക്ക് ഉണ്ടാക്കണത് ആദ്യമായിട്ടാണ് കാണുന്നത്. അത് കാരണം ക്രീമിന്റെ മണ്ണടിക്കുമ്പോ എനിക്ക് കൊതി വരുന്നുണ്ട്. നമുക്ക് ഇന്ന് കഴിക്കാൻ നമുക്ക് തോന്നില്ല, വേണമെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് കഴിക്കാൻ പിന്നെയും കുഴപ്പമില്ല. പക്ഷെ ഇത് ഞാനല്ലല്ലോ ഉണ്ടാക്കണേ, അപ്പൊ അത് കാരണം എനിക്ക് ഭയങ്കര കൊതിയാവുണ്ടാവും. ഞാൻ ചോദിച്ച ചേച്ചിയുടെ അടുത്ത് കൊതി വരാറുണ്ടോന്ന് ഉണ്ടാക്കണ സമയത്ത്. ഇത് എഡിബിൾ ആണോ? കഴിക്കാൻ പറ്റുന്നതല്ലേ? ചാനലിന്റെ പേര് എന്റെ ഫോട്ടോയൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളില്. ഞാനേ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ പൊന്നെ, ചേച്ചി ഇങ്ങനെ കുറേ ഇങ്ങനെ ഷേപ്പിലൊക്കെ ഉണ്ടാക്കി ഇടാറുണ്ട് കേക്ക്. ആ സമയത്ത് എനിക്ക് ഭയങ്കര കൊതിയാവാറുണ്ട്. അപ്പൊ അതാണ് ചേച്ചി വിളിച്ചപ്പോ ഞാൻ ഓടിപ്പോന്നത് ഇങ്ങോട്ട്. അതും കൂടി ഒരു കാരണാട്ടോ ശരി ചേച്ചി. ഇത് കഴിക്കാൻ പറ്റുന്ന സാധനാട്ടാ. ഇതെങ്ങനെ എടുക്കുക ഈ സാധനം? നമുക്ക് അവിടെ ഒരു ഷോപ്പ് ഉണ്ട്, ഇതിന്റെ ഐറ്റംസ് വാങ്ങിക്കാൻ കിട്ടുന്ന ഷോപ്പ് ഉണ്ട്. ഞങ്ങൾ വാങ്ങിക്കാറുള്ളത് പത്മേന്നാണ്. പത്മയുടെ അവിടെ ബേക്കേഴ്സ് പറഞ്ഞൊരു ഷോപ്പ് ഉണ്ട്. അവിടെ നമ്മൾ സൈഡിൽ ചുമ്മാ ഡിസൈൻ ചെയ്യാം. ഇത് കണ്ടാ, ഇതെന്നൊരു സാധനം അറിയോ? ഡ്രൈഡ് റോസ് പെറ്റൽസ്. അതായത് നമ്മുടെ ഉണക്കിയ റോസാപ്പൂ ഇല്ലേ, അതല്ലേ സാധനം? ഉണക്കിയ റോസാപ്പൂവിൻ്റെ ഇതള് ഞാൻ തിന്നത്. അതും അതുപോലെ ഇത് പിസ്ത കേട്ടാ, റോസ് പെറ്റൽസും അതുപോലെ തന്നെ പിസ്തയും. നമ്മളിങ്ങനെ സോക്ക് ചെയ്യണ സമയത്ത് ഇങ്ങനെ മറ്റേ ആ ക്രീം, ആ മിൽക്കിന്റെ സാധനല്ലേ ഇത് ആഡ് ചെയ്തതിന് ശേഷം അതിന്റെ മേലെ കൂടെ ക്രീം ചെയ്തിട്ട് അതിന്റെ മേലെ കൂടെ ഈ സാധനം കൂടി എടുത്തറ. അതെന്താ? ഇതാണ് അതിന്റെ പ്രത്യേകത ആണല്ലോ. ഇതിന്റെ ഈ റോസിന്റെ ഫ്ലേവർ വരും ഇത്ര. അതാണ് ഈ ട്രെസ്ലച്ചസ് കേക്കിന്റെ ഒരു പ്രത്യേകത. ഇതിന്റെ പ്രത്യേകത ഇതിലും ആഡ് ചെയ്യുന്ന സംഭവങ്ങൾ അതാണ്. ഇതിന്റെ പ്രത്യേകത അതാണ്, പിന്നെ ആ മിൽക്കിന്റെ സാധനം അതാണ് അതിൻ്റെ ഉള്ള ആഡ് ചെയ്യണം കേട്ടാ. അയ്യോ, ഇത് വെറൈറ്റി ആയി പോയി. ഞാൻ അതുവരെ കഴിച്ചില്ല, ഞാൻ തിന്നും ചെയ്തത്. അപ്പോൾ കേക്ക് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മള് റോസ് പെറ്റൽസും അതുപോലെ ഇതെന്തിട്ടാ പിസ്തയൊക്കെ
സൈഡിൽ വെച്ചിട്ട് ഓൾമോസ്റ്റ് ഡെക്കറേഷനും ഗാർണിഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കൊള്ളാം, നന്നായിട്ടുണ്ടല്ലേ. ചേച്ചി ഇങ്ങനത്തെ കേക്കുകൾ മാത്രല്ല വേറെ കുറെ വായക്കൊള്ളാത്ത പേരുള്ള കുറെ കേക്കുകൾ ചേച്ചി ഉണ്ടാക്കാറുണ്ട്. ഇതതിന്റെ ഉള്ളിൽ തുറന്നട്ടാ. ഞാൻ പറഞ്ഞു ട്രെസ്ലച്ചസ്, അതാണ് കേക്കിന്റെ പേര് ട്ടാ. ശരിക്കും ഇതിന്റെ ശരിക്കുള്ള ഫോട്ടോ അതെ ഇതിവിടെ വരുന്നുണ്ട്. ഇതിവിടെ ഇതാണ് അതിന്റെ ശരിക്കുള്ള ഫോട്ടോ. പിന്നെ ഇത് മാത്രല്ല, കേക്കുകൾ മാത്രല്ല, ഈ ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ സർപ്രൈസ് അങ്ങനത്തെ ഈ വെഡിങ് കാർഡ്സും ആ സംഭവങ്ങൾക്കൊക്കെ കുറെ ഇങ്ങനെ ഗിഫ്റ്റ് കാർഡ്സ് അല്ലേ ചേച്ചി ഉണ്ടാക്കി കൊടുക്കാറ്? ഗിഫ്റ്റ് കാർഡ്സ് ആ സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ ചേച്ചി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ വീഡിയോസ് ഒക്കെ ചെറിയ ചെറിയ വീഡിയോസ് താഴെ കൂടെ ഈ സൈഡിൽ കൂടെ ഒക്കെ പോകുന്നുണ്ടാവും ഇല്ലേ? ഹാപ്പി ബർത്ത്ഡേ. അയ്യോ ദേ എനിക്കും കൂടി ഗിഫ്റ്റ് കാർഡ് വാങ്ങിയിട്ടുണ്ടാവും. ബെൻഷിക്ക് 2 വകയാ? ഓ ബെനും ബ്രോ. എന്റെ ഒരു ചേട്ടനുണ്ട്, ചേട്ടന്റെ വക എനിക്കിത് ഗിഫ്റ്റ് കാർഡ് തന്നിരിക്കുകയാണ് ചേട്ടൻ. അയ്യോ ഹായ് ബെനു ബ്രോ, താങ്ക് യു സോ മച്ച്. നിക്കട്ടാ, അത് ചേച്ചി ചെയ്ത് തന്നെയാട്ടാ. ഞാൻ പറഞ്ഞില്ലേ ചേച്ചി ഇതുപോലത്തെ ഇങ്ങനെ കുറെ ഗിഫ്റ്റ് കാർഡ്സ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അപ്പൊ ഈ ചേച്ചിക്ക് ഇൻസ്റ്റാഗ്രാം അതുപോലെ FB ഒക്കെ ഉണ്ട്. ആ പേജിന്റെ ലിങ്ക് ഒക്കെ ഞാൻ താഴെ ഇട്ടേക്കാം. അതൊക്കെ ഒന്ന് കയറി കണ്ടോളൂ കേട്ടാ. ഇൻട്രസ്റ്റഡ് ആയവര് ഒന്ന് കയറി കണ്ടോളൂ. അതെ. അയ്യോ അതെ എന്റെ ബെൻചേട്ടൻ ഇതുവരെ ആരും കണ്ടിട്ടുണ്ടാവില്ല. ക്യാമറ എടുക്കാൻ വേണ്ടി വരാറ് വേറെ ബെഞ്ചോ ചേട്ടനാണ് വരാറ്. ഓ ബെഞ്ചോ ചേട്ടന്റെ പേര് പറഞ്ഞില്ല എന്ന് കണ്ടൊരു അംഗമായിരുന്നു ഇവിടെ. ബെഞ്ചോ ചേട്ടനാണ് വരാറ്. ബെഞ്ചോ ചേട്ടൻ വരാറില്ല. എന്റെ ഒറ്റ വീഡിയോയിലും ചേട്ടനെ കണ്ടിട്ടുണ്ടാവില്ല. ഇവിടെ വേറൊരു ചേട്ടനും കൂടി ഉണ്ട്. ആ ചേട്ടനെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇങ്ങോട്ട് വന്നേ, ക്യാമറ ഉള്ള വരാണ്ട് നിൽക്കായിരുന്നതേ. ചേട്ടനും കൂടി ഉണ്ട്. ഹായ് പറഞ്ഞോ. സമയം ഇപ്പോൾ 11:55 ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഡിന്നിക്ക് ഒരു സർപ്രൈസ് പാർട്ടിയാണ് പ്ലാൻ ചെയ്തതാണ്. അത് ഫ്ലോപ്പ് ആവുന്നൊന്നും അറിഞ്ഞൂടാ. പക്ഷെ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ പോവാം.